ഹായ് ഓൾ, അൽ അമീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം രുചികരമായ നെയ്ച്ചോറിൻ്റെയും നല്ലൊരു അടിപൊളി ബീഫ് കറിയുടെയും റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇവിടെ ഇതാ ഞാൻ 1.5 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി ഇതൊരു 3-4 വിസിലടിക്കുമ്പോഴേക്കും ഇറച്ചിക്ക് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും. ഇവിടെ ഇതാ ഒരു 5 വിസിലിന് ശേഷം നോക്കിയപ്പോൾ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ബീഫൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഇതാ അടപ്പത്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 4 മീഡിയം ചെറിയ സബോളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴറ്റുവാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ സബോളയൊക്കെ റെഡിയായി കിട്ടും കേട്ടോ. സബോള ഒന്ന് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടി പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതാ ഞാൻ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായി തന്നെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ തക്കാളിയൊക്കെ നന്നായി തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഫുള്ളായി തന്നെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായി തന്നെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇവിടെ ഇതാ വളരെയധികം രുചികരമായ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചെറുതാക്കി കട്ട് ചെയ്തും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെയധികം രുചികരമായ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറിനുള്ള അരി വെച്ചാലോ? ഇവിടെ ഇതാ ജീരകശാലയുടെ 2 ഗ്ലാസ് അരി ഞാനൊരു പാത്രത്തിലേക്ക് അളന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഇവിടെ ഇതാ ഒരു 10 മിനിറ്റിന് ശേഷം അരി
നമുക്കിതൊന്ന് മറ്റൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വെള്ളം നന്നായി തന്നെ പോയിട്ടുണ്ടാകും. ഇവിടെ ഇതാ അടപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മിൽമ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സബോള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഇതൊന്ന് വറുത്ത് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മുന്തിരി മാറ്റിയതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നെയ്യിലേക്ക് കുറച്ച് പെരുംജീരകം, കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി സബോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നൊരു ഗോൾഡൻ നിറത്തിലാകുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 ഗ്ലാസ് അരിക്ക് ഇതിലേക്ക് 3.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അരി അളന്ന ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഒഴിക്കാനും ശ്രദ്ധിക്കണേ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. 2 ഗ്ലാസ് അരിക്ക് മൊത്തം 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ കൂടുതലായി ഒഴിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും അരി വയ്ക്കുമ്പോൾ കുറവ് അരി വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു 1/2 ഗ്ലാസ് കൂടുതൽ വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് അരി കറക്റ്റ് ഒരു വെവാകുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെയ്ച്ചോറിന് വളരെയധികം രുചിയായിരിക്കും. ഇവിടെ ഇതാ വെള്ളമൊക്കെ നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം കൂട്ടി തന്നെ വെക്കണേ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കണം. ഇവിടെ ഇതാ അരിയും വെള്ളമൊക്കെ നന്നായി തന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ സമയം തൊട്ട് നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. ഇനി ചോറ് വെവുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. എപ്പോഴും ഇത് തുറന്ന് ഇളക്കരുത് കേട്ടോ. അരി ഇട്ടതിന് ശേഷം ഒരു 2 പ്രാവശ്യമെങ്കിലും മാത്രമേ മൂടി തുറന്ന് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കി അപ്പോൾ തന്നെ ഒന്ന് മൂടി വെക്കണേ. പെട്ടെന്ന് തന്നെ നമ്മുടെ റൈസൊക്കെ റെഡി ആയി കിട്ടുണ്ടോ. ഇവിടെ ഇതാ റൈസൊക്കെ ഒരു 1/4 ഭാഗം വെവായിട്ടുണ്ട്. ഇനി അതൊരു 2 മിനിറ്റ് നേരം കൂടിയും ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറൊക്കെ കറക്റ്റ് വെവായിരിക്കും കേട്ടോ. ഇവിടെ ഇതാ നമ്മുടെ ചോറൊക്കെ നന്നായി തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടോട് കൂടി തന്നെ നമുക്കിതിന് മുകളിലായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സബോള വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായി ചേർത്ത് കൊടുക്കാം. വളരെയധികം രുചികരമായ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു അടിപൊളി നല്ല വെള്ള കളറിലുള്ള നെയ്ച്ചോറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇതിന് മുകളിൽ 1 ടീസ്പൂൺ പശുനെയ്യും കൂടി നമുക്ക് ഇതിന് മുകളിലായി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നെയ്യ് അധികം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ തന്നെ വിളമ്പിയാൽ മതി. ഇന്നത്തെ നെയ്ച്ചോറും ബീഫ് കറിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.